ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് റെനറ്റോ. ഞാൻ എൻ്റെ യൂട്യൂബിൽ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിനെ പറ്റിയുള്ളൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്തിനാണ് ഈ ചാനലെന്ന് പറയാം. ഈ ചാനൽ എന്ന് പറയുന്നത് പ്രോഗ്രാമിങ്ങിനോട് വളരെയധികം താല്പര്യമുള്ള, പ്രോഗ്രാമിംഗ് പഠിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുള്ള, പ്രോഗ്രാമിംഗ് നോട് വലിയൊരു പാഷനുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. അതായത് അതിൽ കുട്ടികൾ പെടാം, മുതിർന്നവരും പെടാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 7-8 ക്ലാസ്സുകളിൽ മുതലുള്ള കുട്ടികൾക്കാണ് ഇത് ഉപകാരപ്പെടുകയെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രോഗ്രാമിങ്ങിനെ സംബന്ധിച്ചുള്ള പല വീഡിയോസ് ഇടുന്നതായിരിക്കും. അതായത് കമ്പ്യൂട്ടർ സംബന്ധമായ സോഫ്റ്റ്വെയറുകൾക്കും മറ്റ് ഗെയിമുകൾക്കും ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്ക്രാച്ചാണ് ഉപയോഗിക്കുക. പിന്നെ മൊബൈൽ ആപ്പുകളൊക്കെ നിർമ്മിക്കാൻ MIT ആപ്പ് ഇൻവെൻറ്റർ ഉണ്ട്, അതേപോലെ പൈത്തൺ ഉണ്ട്. അങ്ങനെ ആണ് ക്ലാസ്സുകൾ ഉദ്ദേശിക്കുന്നത്. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് അതിൽ നമ്മൾ പല കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രോഗ്രാമിംഗ് സംബന്ധിച്ചതായിട്ട്. പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുകയും അങ്ങനെ പിന്നെ അവർക്ക് ഈ പ്രോഗ്രാമിംഗ് വിട്ട് വെറും ടെക്നോളജി സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ വേറൊരു ചാനൽ ഞാൻ തുടങ്ങുന്നതായിരിക്കും ആവശ്യപ്പെടുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചെന്താണെന്ന് വെച്ചാൽ, ഒരു 7ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ തൊട്ട് കമ്പ്യൂട്ടറിനോട് ഭയങ്കര ഒരു ക്രേസ് വന്ന സമയമായിരുന്നു. പണ്ട് തൊട്ടേ കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ കമ്പ്യൂട്ടർ ഗെയിമും ഇതൊക്കെ വളരെ താല്പര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആലോചിച്ചു എങ്ങനെയാണ് എനിക്ക് പ്രോഗ്രാമിംഗ് പഠിക്കാമെന്ന്. ഒരു 7ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ നോക്കി, കുറേ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി. പക്ഷേ എനിക്ക് പറ്റിയൊരു വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല. പ്രത്യേകിച്ച് എല്ലാം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എന്നെ സംബന്ധിച്ച് കാര്യമായ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പലതും ഞാൻ അതിൽ നിന്നാണ് പഠിച്ചത്. പക്ഷേ ഞാൻ ആലോചിച്ചപ്പോൾ മലയാളത്തിൽ ഇത്ര ഒരു ചാനലില്ലാന്ന്, കാര്യമായിട്ട് അങ്ങനെ ചാനലുകളൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ സാധാരണ കുട്ടികൾക്ക് ഇംഗ്ലീഷൊന്നും അത്ര കാര്യമായിട്ട് മനസ്സിലാവാത്ത കുറേ കുട്ടികൾക്ക് വേണ്ടി ഒരു ചാനൽ തുടങ്ങണമെന്ന് അപ്പോഴാണ് തോന്നിയത്. അപ്പോൾ എന്തായാലും ഒരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ചാനൽ തുടങ്ങാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പിന്നീട് ഈ ചാനൽ തുടങ്ങാൻ വേണ്ടി ഞാൻ കുറേ വീഡിയോസൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ച കൂടുമ്പോഴോ എനിക്ക് സൗകര്യം പോലെ എപ്പോഴാണെങ്കിൽ അങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പ്രോഗ്രാമിംഗ് പഠിക്കാനായിട്ട് പോയപ്പോഴാണ് ഇങ്ങനെ കുറേ ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 8ാം ക്ലാസ് എത്തിയപ്പോഴാണ് ഹായ് കുട്ടി കൂട്ടം എന്ന് പറഞ്ഞൊരു ക്ലബ്ബുകളായിട്ട് അറിഞ്ഞത്. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അതിന് കൂടിയപ്പോഴാണ് സത്യത്തിൽ ഞാൻ ഈ പ്രോഗ്രാമിംഗ് ഇലക്ട്രോണിക്സ് ആയിരുന്നു എന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ സബ് ജില്ലാതല ഒരു ക്യാമ്പായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോഴാണ് ഒരു പ്രോഗ്രാമിങ്ങിനെ പറ്റിയൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് സ്ക്രാച്ച് 2 ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. സ്ക്രാച്ച് കൊണ്ട് പിന്നെ ടെക്സ്റ്റിൽ പഠിക്കേണ്ടായിരുന്നു കുറച്ച്. സ്ക്രാച്ച് 2 പരിചയപ്പെട്ടു. അപ്പോൾ സ്ക്രാച്ച് 2 വളരെ വ്യത്യസ്തമാണ് സ്ക്രാച്ച് 1നെ അപേക്ഷിച്ചിട്ട്, അങ്ങനെയൊക്കെ മനസ്സിലായി. അപ്പോൾ സ്ക്രാച്ച് 2 അങ്ങനെ പഠിച്ചു. വളരെ രസകരമായിട്ട് തോന്നി. പ്രോഗ്രാമിങ്ങിനോട് അന്നാണ് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയത്. പിന്നെ അങ്ങനെയാണ് അത് പഠിച്ചു. ആ സ്ക്രാച്ച് മുഴുവൻ കലക്കി കുടിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അത് ഞാൻ പഠിച്ചെടുത്തു. തുടർന്ന് അങ്ങോട്ട് പോയപ്പോൾ പിന്നെ സ്ക്രാച്ചിനെ വിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കി. അങ്ങനെയാണ് ഈ പൈത്തൺ എന്ന് പറഞ്ഞ ലാംഗ്വേജ് പരിചയപ്പെടുന്നത്. പൈത്തനെ പറ്റി പറയുകയാണെങ്കിൽ പൈത്തൺ ഗൈഡോ വാൻ റോസ് എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് പൈത്തണിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. പൈത്തൺ എന്ന് പറയുന്നത് അവരുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു സീരിയലിൻ്റെ വരെയായിരുന്നു. അപ്പോൾ അന്ന്
ഈ ഗൈഡോ ആൻഡ് റോസും കുറേ ഫ്രണ്ട്സൊക്കെ പാടെ കൂടിയിട്ടാണ് ഈ ലാംഗ്വേജ് നിർമ്മിച്ചത്. അപ്പോൾ അവർ ഇതിനെന്ത് പേരാണ് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് പൈത്തൺ എന്ന് പറഞ്ഞ സീരിയലിൻ്റെ പേര് കൊടുക്കാൻ തീരുമാനിച്ചത്. അന്നത്തെ ഒരു വളരെ ഹിറ്റായ ഒരു സീരിയലായിരുന്നു ഇത്. അപ്പം അങ്ങനെയാണ് പൈത്തൺ. അതാ പൈത്തൺ എന്ന് പറഞ്ഞാൽ സാധാരണ ലാംഗ്വേജിനെ അപേക്ഷിച്ചിട്ട് വളരെ എളുപ്പമായിട്ട് പഠിക്കാൻ സാധിക്കുന്ന ഒരു ലാംഗ്വേജാണ്. അത് എന്താ പറയുക, നമുക്ക് റോബോട്ടിക്സിനും മറ്റു സംഭവങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഈ അടുത്തൊരു ലിറ്റിൽ കൈറ്റ്സിൻ്റെ ഒരു സ്റ്റേറ്റ് ലെവൽ ക്യാമ്പിന് പോയിരുന്നു. അന്ന് ഞങ്ങൾ പൈത്തണിൽ കുറേ വോയിസ് കമാൻഡിൽ വെച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്ന റോബോട്ട്സ്, പിന്നെ IoT മുഖാന്തരം ഇൻ്റർനെറ്റ് വഴി വോയിസ് കമാൻഡ് ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്ന ലൈറ്റും ഫാനും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ റാസ്ബെറി പൈ തുടങ്ങിയ അതൊക്കെ ഞാൻ വഴിയെ പരിചയപ്പെടുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. എല്ലാവരും കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടണം. എനിക്ക് കഴിയുന്ന വിധത്തിൽ ഞാൻ അത് ക്ലിയർ ചെയ്യാം. പിന്നെ എന്നെ ഇതൊന്നും കാണിച്ചെന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഇതാണ് ഞാൻ പഠിക്കുന്നത് കൂടർക്കുന്ന് സ്കൂളിലാണ്. അവിടുത്തെ 9ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും ഓണാക്കി വയ്ക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും. എല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്കിനി വീഡിയോസിൽ കാണാം.